ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നല്ലൊരു പൈനാപ്പിൾ ഉപ്പിലിട്ട് തയ്യാറാക്കിയാലോ? എങ്കിൽ വായോ, നമുക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ട് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. 2 പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നീളത്തിലോ വട്ടത്തിലോ നമുക്കിത് മുറിച്ച് വയ്ക്കാം. വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 ടീസ്പൂൺ പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വെള്ളം മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കുപ്പി എടുക്കാം. അതിലേക്കാണ് ഞാൻ ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിളാണ്. ഞാനിത് നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. ഇതിലേക്ക് ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടോടെയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ചൂടില്ല, ചെറിയൊരു ചൂടോടെ. പൈനാപ്പിൾ എല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. കുറച്ച് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം, ഒരു എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.